പെരിങ്ങളം ദേശം വാർത്തയിലേക്ക് സ്വാഗതം. പെരിങ്ങത്തൂർ മഹൽ ജമാഅത്തിന്റെയും ഖത്തർ ചാപ്റ്ററിന്റെയും സംയുക്ത സംരംഭമായ ശിഹാബ് തങ്ങൾ ഡയാലിസ് സെന്ററിന്റെ ശിലാസ്ഥാപന കർമ്മം പാണക്കാട് സാദിഖ് അലി തങ്ങൾ നിർവഹിച്ചു. അല്ലാതെ ചിലരെ ആശുപത്രിയിൽ കൊണ്ടിടും, ആരും നോക്കാനൊന്നും ഉണ്ടാവില്ല. മരുന്ന് കിട്ടിയെങ്കിലായി, ആരെങ്കിലും ഇഞ്ചക്ഷൻ വന്ന് കൊടുത്തെങ്കിലായി എന്നുള്ള അവസ്ഥ വരുമ്പോൾ ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിലേക്ക് മരുന്ന് കയറുന്നു എന്നല്ലാതെ അവൻ്റെ മനസ്സിന് ഒരു സുഖവും ഉണ്ടായിരിക്കുകയില്ല. അതേവസരത്തിൽ ഇങ്ങനെയുള്ള സെൻറ്ററുകൾ, ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള ഡയാലിസിസ് സെൻ്ററാകട്ടെ, ഇനിയിപ്പോൾ നമ്മുടെ CH സെൻ്ററിൻ്റെ പരിപാടികളൊക്കെ അതിൻ്റെ ഒക്കെ ആൾക്കാരാണ് ഇവിടെ തന്നെ ഉള്ളത്. CH സെൻ്ററുകൾ ഇവിടെ നമുക്കിപ്പോൾ മാറി വരുന്ന കാലഘട്ടത്തിൽ ഒരു പഞ്ചായത്തിൽ മിനിമം 250 സ്പെഷ്യൽ എബിലിറ്റി കുട്ടികളുണ്ട്. ഒരു 250ഓളം കിടപ്പ് രോഗികളുണ്ട്. അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻ്റ് ഉണ്ട്, മറ്റ് ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല സ്റ്റൈലിലുമുള്ള ദേശമാണ് നമുക്ക് ഇന്നിങ്ങനെ വരുന്നത്. അപ്പോൾ ഇതൊരു മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ അതിന് നേരെ മൾട്ടിപ്പിൾ 3 കൊണ്ടോ 4 കൊണ്ടോ ചെയ്യുമ്പോൾ ഏതാണ്ട് 1000-ൻ്റെ അടുത്ത് ഓരോ രോഗികളും വരും എന്നുള്ളതാണ്. പെരിങ്ങത്തൂർ മഹൽ ജമാഅത്തിൻ്റെയും ഖത്തർ ചാപ്റ്ററിൻ്റെയും സംയുക്ത സംരംഭമായ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററിൻ്റെ ശിലാസ്ഥാപന കർമ്മം പാണക്കാട് സാദിഖ് അലി തങ്ങൾ നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ സൈനുൽ ആബിദ് സഫാരി അധ്യക്ഷനായി. സെൻ്ററിനാവശ്യമായ സ്ഥലം സൗജന്യമായി നൽകിയ കൂലോത്ത് മഹമ്മൂദിനെയും മൂസ ഹാജിയെയും സാദിഖ് അലി തങ്ങൾ ആദരിച്ചു. പൊതുസമ്മേളനം കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. എൻ്റെ അടുത്ത് വരുന്ന ശുപാർശ, സഖാവ് എങ്ങനെയെങ്കിലും ഒരു എൻട്രി. അപ്പോൾ ഇത് സർക്കാർ ആശുപത്രിയിൽ മാത്രമല്ല, കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ കിട്ടുന്നില്ല. കിട്ടിക്കഴിഞ്ഞാലും അടുത്ത ശുപാർശ എന്താ? എങ്ങനെയൊക്കെ സമയം മാറ്റി തരണം സഖാവെ. കാരണം എങ്ങനെയാ, ചിലപ്പോൾ ലേറ്റ് നൈറ്റിലായിരിക്കും എൻ്റെ റൊട്ടേഷൻ വരിക. ഈ ലേറ്റ് നൈറ്റിൽ വരുമ്പോൾ ഇപ്പോൾ പറയും, സഖാവെ ഞാൻ അങ്ങനെ വരുന്നയാ, പെരിങ്ങത്തൂർന്ന് വരുന്നയാ, എനിക്ക് തിരിച്ച് കഴിഞ്ഞ് പോകുമ്പോഴേക്ക് 3 മണിക്കൂർ എടുക്കും, ഇതെങ്ങനെയാ പറ്റുക? അപ്പം അവിടെയാണ് ജനങ്ങളുടെ ആവശ്യകതയേറുന്നു. ജീവിതശൈലി രോഗത്തിന്റെ ഭാഗമായി പലരും വഴുതി വീഴുന്നു. ഇത്തരമൊരു ഘട്ടത്തിലാണ് മർഹൂം പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ നിങ്ങളൊരു ട്രസ്റ്റിങ്ങിന് ഒരു ആരംഭിക്കുക. നല്ല കാര്യമാണ്. ഇതിൽ നിങ്ങൾ സാധാരണക്കാരനെ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാവരെയും ഉൾക്കൊള്ളും എന്ന വിശ്വാസം എനിക്കുണ്ട്. എല്ലാവരെയും. മുസ്തഫ ഉദവി ആക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. ഇസ്മയിൽ ഫൗസി പ്രാർത്ഥന നടത്തി. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം, മുൻ MLA പാറക്കൽ അബ്ദുള്ള, NA അബൂബക്കർ മാസ്റ്റർ, മഹൽ പ്രസിഡന്റ് മുസ്തഫ നെല്ലിക്ക, സെക്രട്ടറി സിദ്ദിഖ് കൂടത്തിൽ, V നാസർ മാസ്റ്റർ, PPA ഹമീദ്, PA സാദിഖ്, മൂസ കുറുങ്ങോട്, മുസ്തഫ കല്ലുംബ്രം, കുറുവോളി മമ്മു ഹാജി, TT ഫറൂഖ്, കാവുള്ളതിൽ കുഞ്ഞിമൂസ, മുഹമ്മദ് ഹനീഫ, അക്ബർ കുന്നോത്ത്, KP സാജു, കൂടത്തിൽ കുഞ്ഞബ്ദുള്ള, APK അയൂബ്, ഡോക്ടർ NA മുഹമ്മദ് റഫീഖ്, ഫൈസൽ കൂടത്തിൽ, അസീസ് കുന്നോത്ത്, NA കരീം, EA നാസർ, കുഞ്ഞാറ്റത്തങ്ങൾ ഹമീദ്, കിടഞ്ഞി തുടങ്ങിയവർ പങ്കെടുത്തു. ശിലാസ്ഥാപനത്തോടനുബന്ധിച്ച് നടന്ന വനിതാ സംഗമം ഫാത്തിമ തഹ്ലിയ ഉദ്ഘാടനം ചെയ്തു. വൃക്കരോഗ നിർണയ ക്യാമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ റുക്സാന ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. പ്രഥമ ശുശ്രൂഷ പരിശീലനം റഫീഖ് സക്കരിയ ഫൗസി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ നിവേദ് ഹാരിസ് ക്ലാസിന് നേതൃത്വം നൽകി.